2025 ജനുവരി മാസം പുറത്തിറക്കിയ 28 മലയാള ചിത്രങ്ങളിൽ 26 എണ്ണവും 8 നിലയിൽ പൊട്ടി. ആസിഫ് അലിയുടെ രേഖാചിത്രവും ബെയ്സെ ജോസഫിൻ്റെ പൊന്മാനും മാത്രമാണ് ഈ ഗണത്തിൽപ്പെടാത്തവ. ഇനി ചിത്രങ്ങളെ അറിയണ്ടേ? ഒന്നാമത്തത് മമ്മൂട്ടി ചിത്രമായ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. 17 കോടി ബഡ്ജറ്റുണ്ടായിരുന്ന ഈ സിനിമയ്ക്ക് തിയേറ്റർ ഷെയർ വെറും 4.5 കോടി മാത്രമാണ് കിട്ടിയത്. അടുത്തത് ടോവിനോ തോമസ് തൃഷ കൃഷ്ണൻ അഭിനയിച്ച ഐഡൻറ്റിറ്റി. 30 കോടിയായിരുന്നു ബഡ്ജറ്റ്. തിയേറ്റർ ഷെയർ 3.5 കോടി മാത്രമാണ് ലഭിച്ചത്. ചമ്പൻ വിനോദ് സബിൻ കൂട്ടുകെട്ടിൻ്റെ പ്രാവിൻകുടി ഷാപ്പ് 18 കോടിയായിരുന്നു ബഡ്ജറ്റ്. ലഭിച്ചത് 4 കോടി മാത്രം. അർജുൻ അശോകൻ, ബാലു വർഗീസ്, അനശ്വര രാജൻ ടീമിൻ്റെ എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയ്ക്ക് 8.7 കോടിയായിരുന്നു ബജറ്റ്. തിയേറ്റർ ഷെയർ 1.2 കോടി മാത്രം ലഭ്യമായി. മറ്റൊരു അർജുൻ അശോകൻ ചിത്രമായ അൻപോട് കൺമണി 3 കോടിയായിരുന്നു ബജറ്റ്. കിട്ടിയത് 25 ലക്ഷം മാത്രം. അനഘ നാരായണനായിരുന്നു നായിക. ദിലീഷ് പോത്തൻ ജാഫർ ഇടുക്കി ടീമിൻ്റെ ആ 3.5 കോടിയായിരുന്നു ബജറ്റ്. ലഭിച്ചത് 30 ലക്ഷം മാത്രം. ഇന്ദ്രൻസ് ജാഫർ ഇടുക്കി ചിത്രമായ ഒരുമ്പെട്ടവൻ ബജറ്റ് 2.5 കോടി മാത്രമായിരുന്നു. പക്ഷേ ലഭിച്ചതോ തിയേറ്റർ ഷെയർ 3 ലക്ഷം മാത്രം. വിനീത് ശ്രീനിവാസൻ നിഖില വിജയൻ ചിത്രമായ ഒരു ജാതി ജാതകം 5 കോടി ബജറ്റ്. ലഭിച്ചത് 1.5 കോടി മാത്രം. പുതുമുഖ ചിത്രങ്ങളായ ബെസ്റ്റി 4.8 കോടിയായിരുന്നു ബജറ്റ്. കിട്ടിയത് 20 ലക്ഷം മാത്രം. മറ്റൊരു പുതുമുഖ ചിത്രം പറന്നു പറന്ന് പറന്നു ചെല്ലാൻ 3 കോടി ബജറ്റ്. കിട്ടിയത് 3.5 ലക്ഷം മാത്രം. ഇനിയുമുണ്ട് ചിത്രങ്ങളേറെ. കമ്മ്യൂണിസ്റ്റ് പച്ച, ഐഡി ദ ഫേക്ക്, ദ മലബാർ ടൈൽസ്, ഓഫ് ദ റോഡ്, 1098, എൻ്റെ പ്രിയതമൻ. ഇങ്ങനെ പോകുന്നു കണക്കുകൾ. മൊത്തം 28 ചിത്രങ്ങളായിരുന്നു. ഇവയിൽ 26 എണ്ണവും 8 നിലയിൽ പൊട്ടി.